ഹലോ ഫ്രണ്ട്സ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചെറിയൊരു കഥയാണ്. കഥയുടെ പേര് നൈറ്റ് ജേണി, രാത്രി യാത്ര. അപ്പം നമുക്കിതിൽ ഓരോ സെൻറ്റൻസിൻ്റെയും അർത്ഥം നല്ലപോലെ മനസ്സിലാക്കി ഇംഗ്ലീഷ് എഴുതാനും പറയാനും പഠിക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, കനത്ത മഴയിൽ റാണി ഒറ്റയ്ക്ക് ട്രെയിൻ യാത്ര ചെയ്യുകയായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പം കനത്ത അല്ലെങ്കിൽ ഭയങ്കരമായ നമുക്ക് പറയാം ഹെവി. മഴ റെയിൻ. ഒറ്റയ്ക്ക് എലോൺ. യാത്ര ട്രാവൽ. അപ്പോൾ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കാണാൻ പറയാം ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, പണ്ടത്തെ ഒരു കാര്യമാണ്. പക്ഷേ ചെയ്യുകയായിരുന്നു, അപ്പം അവിടെ അത് കണ്ടിന്യൂറ്റി ഉണ്ട്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസിന് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് എന്ന് വിളിക്കാം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. റാണി വാസ്. അപ്പം നമുക്കിവിടെ വാസ് അല്ലെങ്കിൽ വേർ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. കാര്യം എന്താ? കാര്യം ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഒരു കഴിഞ്ഞു പോയ കാര്യം നമുക്ക് വാസ് ഓർ വേറെ യൂസ് ചെയ്തിട്ട് എഴുതാം. പക്ഷേ ഇവിടെ ഞാൻ വാസാണ് യൂസ് ചെയ്യുന്നത്. കാര്യം എന്താ? റാണി ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്, അതുകൊണ്ട് ഞാൻ വാസാണ് യൂസ് ചെയ്ത്. ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ എനിക്ക് വേറെ യൂസ് ചെയ്ത് എഴുതാമായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. റാണി വാസ് ട്രാവലിംഗ്. അപ്പോൾ ട്രാവൽ എന്ന് വെച്ചാൽ എന്താ? യാത്ര. അപ്പം റാണി വാസ് ട്രാവലിംഗ് എലോൺ, ഒറ്റയ്ക്ക്. അപ്പം ഒറ്റയ്ക്ക് റാണി വാസ് ട്രാവലിംഗ് എലോൺ ഇൻ എ ട്രെയിൻ. എപ്പോഴാ? ഡ്യൂറിങ്. അപ്പം എപ്പോഴാ എന്നുള്ളതിന് നമ്മൾ ഡ്യൂറിങ്, നമുക്ക് ഡ്യൂറിങ് എഴുതാം. ഡ്യൂറിങ് ഹെവി റെയിൻ, ഭയങ്കരമായ മഴ അല്ലെങ്കിൽ കനത്ത മഴയിൽ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന വിചാരിക്കണം. ഞാൻ നിങ്ങളുടെ പറയാം, നമുക്ക് ഒന്നിച്ച് പറഞ്ഞു നോക്കാം. കനത്ത മഴയിൽ റാണി ഒറ്റയ്ക്ക് ട്രെയിൻ യാത്ര ചെയ്യുകയായിരുന്നു. റാണി വാസ് ട്രാവലിംഗ് എലോൺ ഇൻ എ ട്രെയിൻ ഡ്യൂറിങ് ഹെവി റെയിൻ. റാണി വാസ് ട്രാവലിംഗ്. നമ്മൾ എന്തുകൊണ്ടാണ് വാസ് എഴുതി ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് ഓൾറെഡി ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് വാസ് ഓർ വേർ യൂസ് ചെയ്ത് എഴുതാം. അപ്പോൾ വാസ്, റാണി ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട് വാസ് എഴുതി. ഇപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ, പ്ലൂറൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ദേ ആയിരുന്നെങ്കിൽ നമുക്ക് വേറെ എഴുതാമായിരുന്നു. അപ്പം ഇവിടെ സിംഗുലാർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് വാസ് എഴുതി. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്തുകൊണ്ട് ഞാൻ ട്രാവലിംഗ് എഴുതിയത്, ട്രാവലിന് എഴുതിയാൽ പോലെയാണ്. കാര്യം ഈ ഒരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞു ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ പഠിച്ചിട്ടില്ലേ, വെർ പ്ലസ് ING ഫോം, ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർ പ്ലസ് ING ഫോം. അതുപോലെ തന്നെയാണ് അത് പ്രസൻറ്റ് കണ്ടിന്യൂസ്, അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസിലും എങ്ങനെയാണ് വാസ് ഓർ വെർ പ്ലസ് ING ഫോം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ തോന്നും. ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ട്രാവലിംഗ് എന്നാണ്. അപ്പോൾ ട്രാവൽ എന്നല്ല, ട്രാവലിംഗ്. നമ്മൾ വെർബിൻ്റെ കൂടെ ING യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. കാര്യം എന്താ? കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് പറഞ്ഞു. ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ്, അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പം പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ അതുപോലെ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കാര്യം അവൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ. അപ്പം ഇത് ആയിരുന്നു, അപ്പം കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പം ഈ രണ്ട് സെൻറ്റൻസ് നമ്മൾ, ഈ രണ്ട് ടെൻസ് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ അറിയാൻ വേണ്ടിയിട്ട് എഴുതുവാണ്, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ടെൻസിൻ്റെ കാര്യം. ഈസ് ഓർ, ഇത് ഞാൻ എഴുതുന്നത് പ്രസൻ്റ് ആണ്, പ്രസൻറ്റ് ടെൻസിനെ പറ്റിയാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING ആണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പം പക്ഷേ ഇത് കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാം വെർ പ്ലസ് ING ഫോം. അപ്പോൾ ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പം നമ്മൾ ഈസ് ആം ഓർ ആറിനെ മാറ്റി നമ്മൾ വാസ് ഓർ വെയർ ആക്കും. അപ്പം ഇത് നമ്മൾ റബ്ബ് ചെയ്തിട്ട് വാസ് ഓർ വെയർ പ്ലസ് വെർ പ്ലസ് ING ഫോം. അപ്പോൾ ഇവിടെ വാസ് ഓർ വെയർ പ്ലസ് വെർബ്, ഇവിടുത്തെ വെർബ് ട്രാവലാണ്. അപ്പം നമ്മൾ ട്രാവലിലൂടെ ING യൂസ് ചെയ്തു. അപ്പോൾ ഞാനിത് ജസ്റ്റ് പറയാൻ കാരണം ഇത് ചിലവരെങ്കിലും വരയ്ക്കും എന്തുകൊണ്ട് ഞാൻ ഇവിടെ ING യൂസ് ചെയ്ത് എഴുതിയെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു സ്ട്രക്ചറാണിത്, വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. അപ്പോൾ ഇവിടെ ഞാൻ റാണിയുടെ വാസ് ചേർത്തു, കാര്യം സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട്. പിന്നെ വെർബിൻ്റെ കൂടെ ING ചേർത്തു. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ട്രാവലിംഗ് എഴുതിയെന്ന് മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് ഒന്നിച്ചും കൂടെ പറഞ്ഞു നോക്കാം. ഇങ്ങനെയാ, റാണി വാസ് ട്രാവലിംഗ് എലോൺ ഇൻ എ ട്രെയിൻ ഡ്യൂറിങ് ഹെവി റെയിൻ. അപ്പം ഈ ഒരു സെൻറ്റൻസ് ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഈ വാസ് കാണുമ്പോഴേ അറിയാം ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. വാസ്
കാര്യം ഈ വാസ് എന്ന് പറയുന്നത് ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ്. അപ്പോൾ അതും കൂടെ ഞാനിവിടെ എഴുതിയേക്കാം. ഈസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസൻറ്റ് ടെൻസ് ആണ്. ആ ഈസിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി വാസാക്കി, ഈസിനെ വാസാക്കി. കാര്യം ഇപ്പോൾ നമുക്കിത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ നമുക്ക് റാണി ഈസ് ട്രാവലിംഗ് എലോൺ ഇൻ എ ട്രെയിൻ ഈസ്ന്ന് എഴുതാമായിരുന്നു. ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ടാണ് നമ്മൾ വാസ് എഴുതിയത്. അപ്പോൾ റാണി വാസ് ട്രാവലിംഗ് എലോൺ ഇൻ എ ട്രെയിൻ. അപ്പം ഈ ഈസ് എന്ന് പറയുന്നൊരു പ്രസൻറ്റ് ടെൻസ് ആണ്. ഈ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് വാസാക്കി, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻറ്റ്, പെട്ടെന്ന് ട്രെയിനിൻ്റെ ഉള്ളിലെ ലൈറ്റുകൾ അണഞ്ഞു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പെട്ടെന്ന് എന്ന് വെച്ചാൽ നമുക്ക് സഡൻലി എന്ന് എഴുതാം. ഇവിടെ പെട്ടെന്ന് ട്രെയിനിൻ്റെ ഉള്ളിലെ, അപ്പം ഉള്ളിലെ എന്നുള്ളതിന് നമുക്ക് ഇൻസൈഡ് എന്ന് പറയാം. ലൈറ്റുകൾ, അപ്പം ലൈറ്റ്സ്. അപ്പം ലൈറ്റ് എന്നായിരുന്നെങ്കിൽ നമുക്ക് ലൈറ്റ് എന്ന് എഴുതാമായിരുന്നു. ഇവിടെ ലൈറ്റ്സ്, നമ്മുടെ എസ്സും കൂടെ യൂസ് ചെയ്യാം. ലൈറ്റിൻ്റെ കൂടെ എസ്, ലൈറ്റ്സ്. അണഞ്ഞു എന്ന് വെച്ചാൽ എന്താ? ഓഫായി. നമുക്ക് പറയാം ഓഫ്, നമുക്ക് ഓഫ് എന്ന് എഴുതാം. അപ്പോൾ പെട്ടെന്ന് ട്രെയിനിൻ്റെ ഉള്ളിലെ ലൈറ്റുകൾ അണഞ്ഞു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. സഡൻലി എന്ന് വെച്ചാൽ പെട്ടെന്ന്. ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് പറയാണ്. സഡൻലി. അപ്പം ലൈറ്റുകൾ, അപ്പം ലൈറ്റുകൾ എന്നുള്ളതിന് നമ്മൾ ലൈറ്റ്സ്, LIGHTS, ലൈറ്റ്സ്. സഡൻലി ദ ലൈറ്റ്സ് ട്രെയിനിൻ്റെ ഉള്ളിലേനാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എഴുതാം സഡൻലി ദ ലൈറ്റ്സ് ഇൻസൈഡ് ദ. അപ്പം കാര്യം ട്രെയിനിൻ്റെ ഉള്ളിലെ, അപ്പം ഇൻസൈഡ് ദ ട്രെയിൻ. അപ്പോൾ ഇനി നമ്മൾ എന്താ എഴുതാൻ പോകണേ? ഇവിടെ അണഞ്ഞു എന്നാണ്. അപ്പോൾ ഓഫായി നമുക്ക് എഴുതാം. ഓഫ് എന്നാ, അണയുക എന്ന് വെച്ചാൽ നമുക്ക് ഓഫ് എന്ന് എഴുതാം. അപ്പം എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. കാര്യം ഓൾറെഡി ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. പെട്ടെന്ന് ട്രെയിനിൻ്റെ ഉള്ളിലെ ലൈറ്റുകൾ അണഞ്ഞു, അപ്പം ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഞാനിവിടെ എഴുതാൻ പോണത് ഇൻസൈഡ് ദ ട്രെയിൻ, ലൈറ്റ്സ് ഇൻസൈഡ് ദ ട്രെയിൻ വെൻറ്റ്. ഞാനിവിടെ വെൻറ്റ് യൂസ് ചെയ്തു. വെൻറ്റ് ഓഫ് എന്നാണ് എഴുതിയത്. ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നമ്മൾ വെൻറ്റ് ഓഫ് എന്ന് എഴുതിയ കാര്യം, വെൻറ്റ് യൂസ് ചെയ്യാൻ കാരണം ഓൾറെഡി ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത്. പെട്ടെന്ന് ട്രെയിനിൻ്റെ ഉള്ളിലെ ലൈറ്റുകൾ അണഞ്ഞു, ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അതുകൊണ്ടാണ് വെൻറ്റ് ഓഫ് എന്ന് എഴുതിയത്. അപ്പം വെൻറ്റിന് പകരം ഞാൻ പറഞ്ഞു TURNED, ടേൺഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെൻറ്റ്, ടേൺഡ്, അല്ലെങ്കിൽ നമുക്ക് വാസ് ഓർ വെയർ യൂസ് ചെയ്യാം. വാസ് ഓഫ്, വെയർ ഓഫ്. അപ്പം ഈ വെൻറ്റിന് പകരമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വെൻറ്റ്, ടേൺഡ്, വാസ് ഓർ വെയർ. അപ്പം ഇത് ഇപ്പോഴത്തെ ഒരു കാര്യം പറയണമെങ്കിൽ, അയ്യോ ലൈറ്റ് ഇപ്പോൾ അണഞ്ഞു, അപ്പം ഇപ്പോഴത്തെ കാര്യമായിരുന്നെങ്കിൽ നമുക്ക് വെൻറ്റിന് പകരം ഗോ ഓഫ് എന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ TURN, ടേൺ ഓഫ് എന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ ബി ഓഫ് എന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കണം. അപ്പം നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറഞ്ഞു നോക്കാം. സഡൻലി ദ ലൈറ്റ്സ് ഇൻസൈഡ് ദ ട്രെയിൻ വെൻറ്റ് ഓഫ്. പെട്ടെന്ന് ട്രെയിനിൻ്റെ ഉള്ളിലെ ലൈറ്റുകൾ അണഞ്ഞു. സഡൻലി ദ ലൈറ്റ്സ് ഇൻസൈഡ് ദ ട്രെയിൻ വെൻറ്റ് ഓഫ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. ട്രെയിനിലിരുന്ന് എല്ലാവരും ഭയന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പോൾ എല്ലാവരും എന്ന് വെച്ചാൽ എന്താ? എവ്രി വൺ. അപ്പം ഭയക്കുകയ്ക്ക് ഇംഗ്ലീഷിൽ കുറേ വേർഡ്സ് ഉണ്ട്. നമുക്ക് അഫ്രെയ്ഡ് എന്ന് എഴുതാം, സ്കേർഡ് എന്ന് എഴുതാം, ഫ്രൈറ്റൻഡ് എന്ന് എഴുതാം, ഫിയർ എന്ന് എഴുതാം. അപ്പം ഇവിടെ എന്താ ഞാൻ എഴുതാൻ പോകണം? ഇവിടെ ഞാൻ അഫ്രെയ്ഡ് എന്ന് എഴുതാം. അപ്പം ട്രെയിനിലിരുന്ന് എല്ലാവരും ഭയന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം എല്ലാവരും എന്ന് വെച്ചാൽ നമുക്ക് എവ്രി വൺ എഴുതാം. എവ്രി വൺ ട്രെയിനിലിരുന്ന് എല്ലാവരും. അപ്പം എവ്രി വൺ ഇൻ ദ ട്രെയിൻ നമുക്ക് എഴുതാം. എവ്രി വൺ ഇൻ ദ ട്രെയിൻ. കാണാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു, ചെറുതായിട്ട് എഴുതാം. എവ്രി വൺ ഇൻ ദ ട്രെയിൻ. അപ്പം ട്രെയിനിലിരുന്ന് എല്ലാവരും ഭയന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമ്മൾ ബിക്കെയിം യൂസ് ചെയ്തു. ബിക്കെയിം. അപ്പം ഈ ബിക്കെയിം എന്ന് പറഞ്ഞാൽ ബിക്കമിൻ്റെ പാസ്റ്റ് ഫോമാണ്. BECOME, ബിക്കമിൻ്റെ പാസ്റ്റ് ഫോമാണ് ബിക്കെയിം. കാര്യം ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. എല്ലാവരും ട്രെയിനിലിരുന്ന് എല്ലാവരും ഭയന്നു, ഒരു കഴിഞ്ഞു പോയ സംഭവമാണ്. അപ്പം നമ്മൾ ഇവിടെ ബിക്കം യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. പക്ഷേ ഈ ബിക്കം എന്നത് പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ നമ്മൾ ബിക്കമിനെ നമ്മൾ ബിക്കെയിം ആക്കി. എവ്രി വൺ ഇൻ ദ ട്രെയിൻ ബിക്കെയിം അഫ്രെയ്ഡ്. ഇവിടെ അഫ്രെയ്ഡ് ആണ് ഞാൻ എഴുതിയത്. അഫ്രെയ്ഡ്, ഭയന്നു, അഫ്രെയ്ഡ്. അപ്പം എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ട്രെയിനിലിരുന്ന് എല്ലാവരും ഭയന്നു. എവ്രി വൺ ഇൻ ദ ട്രെയിൻ ബിക്കെയിം അഫ്രെയ്ഡ്. അപ്പം ഈ ബിക്കെയിമിന് പകരം നമുക്ക് എവ്രി വൺ ഇൻ ദ ട്രെയിൻ വാസ് അഫ്രെയ്ഡ് എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എവ്രി വൺ ഇൻ ദ ട്രെയിൻ
വാസിന് പകരം നമുക്ക് ഫെൽറ്റ് അഫ്രൈഡ് എന്ന് എഴുതാം. അപ്പം ഇവിടെ ഞാൻ എഴുതിയത് ബിക്കമിൻ്റെ പാസ്റ്റ് ഫോം ബിക്കെയിമാണ് എഴുതിയത്. അപ്പം നമുക്ക് ഈ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കുറേ സെൻറ്റൻസ് നമുക്ക് എഴുതാം, പക്ഷേ ഞാൻ എഴുതിയ ഈ ഒരു സെൻറ്റൻസിലാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ട്രെയിൻ. നമുക്ക് എവരി വൺ ട്രെയിൻ വാസ് യൂസ് ചെയ്ത് എഴുതാം, നമുക്ക് ഞാൻ പറഞ്ഞു ഫെൽറ്റ് എഴുതാം. അപ്പോൾ അത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇംഗ്ലീഷിൽ നമുക്ക് പറഞ്ഞു നോക്കാം. ട്രെയിനിൽ നിന്ന് എല്ലാവരും ഭയന്നു. എവ്രി വൺ ഇൻ ദ ട്രെയിൻ ബിക്കെയിം അഫ്രൈഡ്. നെക്സ്റ്റ് പോയിൻറ്റ്, ജനലിൻ്റെ പുറത്തേക്ക് നോക്കരുത് എന്ന് ആരോ അടക്കം പറയുന്ന അവൾ കേട്ടു. അപ്പം എന്താ കേട്ടത്? ജനലിൻ്റെ പുറത്തേക്ക് നോക്കരുത്. അപ്പം ജനൽ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വിൻഡോ, പുറത്തെന്ന് വെച്ചാൽ ഔട്ട്സൈഡ്. നോക്കരുത് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഡു നോട്ട് ലുക്ക് നമുക്ക് എഴുതാം. എന്ന് ആരോ എന്ന് വെച്ചാൽ സംബടി. അപ്പം അടുക്കം പറയുന്നത് നമ്മൾ പറയില്ല, അടുക്കം പറയുകയാണ്. അപ്പം അങ്ങനെ അടുക്കം പറയാൻ നമുക്ക് വിസ്പർ എന്ന് പറയാം. വിസ്പറിൻ്റെ സ്പെല്ലിംഗ് ഞാൻ പറയാം, WHISPER. അടുക്കം പറയുക, വിസ്പർ. അപ്പം അവൾ കേട്ടു. കേൾക്കുക എന്ന് വെച്ചാൽ എന്താ? ഹിയർ. അപ്പം ഇവിടെ കേട്ടു എന്നാണ്. അപ്പം നമ്മൾ ഹിയറിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. അപ്പം ജനലിൻ്റെ പുറത്തേക്ക് നോക്കരുതെന്ന് ആരോ അടുക്കം പറയുന്നത് അവൾ കേട്ടു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൾ കേട്ടു. അപ്പോൾ നമുക്ക് ആദ്യം എഴുതുമ്പോൾ അവൾ കേട്ടു എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ കേൾക്കുക എന്ന് വെച്ചാൽ ഹിയർ ആണ്. അപ്പം ഹിയറിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കാം. അപ്പോൾ ഇത് ഹിയർ. അപ്പം പാസ്റ്റ് ഫോം ആക്കുമ്പോൾ നമുക്ക് ഡി ആഡ് ചെയ്യുമ്പോൾ പാസ്റ്റ് ഫോം ആയി. ഷീ ഹേർഡ് ആരോ എന്ന് വെച്ചാൽ സംബടി. SOMEBODY. ഷീ ഹേർഡ് സംബടി. അടുക്കം പറയുന്നതല്ലേ അവൾ കേട്ടത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഷീ ഹേർഡ് സംബടി വിസ്പർ, WHISPER. എന്താ കേട്ടത്? ജനലിൻ്റെ പുറത്തേക്ക് നോക്കരുതെന്ന്. അപ്പം നമുക്ക് എഴുതാം, ഇവിടെ ഒരു ഇൻവേർട്ടഡ് കോമ ഇട്ടിട്ട് എഴുതാം. ഡു നോട്ട് ലുക്ക്. എനിക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നറിയില്ല. ഓക്കെ, ഡു നോട്ട് ലുക്ക്. ഞാൻ ഇങ്ങനെ ഇവിടെ എഴുതി, ഇപ്പോൾ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഡു നോട്ട് ലുക്ക് എവിടെയാ? പുറത്തേക്ക് നോക്കരുതെന്ന്. ഡു നോട്ട് ലുക്ക് ഔട്ട്സൈഡ് ദ വിൻഡോ. അപ്പോൾ ഔട്ട്സൈഡ് എന്ന് വെച്ചാൽ പുറത്ത്. ഡു നോട്ട് ലുക്ക് ഔട്ട്സൈഡ് ദ വിൻഡോ. അപ്പോൾ വിൻഡോ ഞാൻ ഇവിടെ എഴുതാം, വിൻഡോ ജനൽ. അപ്പോൾ ഇങ്ങനെയെന്ന് നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ജനലിൻ്റെ പുറത്തേക്ക് നോക്കരുതെന്ന് ആരോ അടുക്കം പറയുന്നത് അവൾ കേട്ടു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവൾ കേട്ടു. ഷീ ഹേർഡ് സംബഡി വിസ്പർ, ഡു നോട്ട് ലുക്ക് ഔട്ട്സൈഡ് ദ വിൻഡോ. അപ്പം ഇവിടെ നമ്മൾ എന്തൊക്കെ ചേഞ്ചാണ് വരുത്തിയത്? ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്, നമുക്ക് മനസ്സിലാവും. ഓൾറെഡി അവൾ കേട്ടു കഴിഞ്ഞ കാര്യമാണ്. അപ്പം കേൾക്കുക എന്നുള്ള ഹിയറിനെ നമ്മൾ ഷീ ഹേർഡ് എന്നാക്കി. പിന്നെ സംബഡി വിസ്പർ, ഡു നോട്ട് ലുക്ക് ഔട്ട്സൈഡ് ദ വിൻഡോ. വേറെ ഒരു വേർഡ്സിലും ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഈ ഹിയർ എന്നുള്ളതിനെ നമ്മൾ ഹേർഡ് ആക്കി, പാസ്റ്റ് ഫോമിലോട്ടാക്കി. നിങ്ങൾക്ക് നോക്കാം വേറെ എന്താ ചേഞ്ച് വന്നതൊന്നും വന്നിട്ടില്ല. സംബഡി വിസ്പർ, ഡു നോട്ട് ലുക്ക് ഔട്ട്സൈഡ് ദ വിൻഡോ. ഈ ഒറ്റ ഒരു വേർഡിന് മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. കാര്യം ഓൾറെഡി ഇത് നമുക്ക് ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ അറിയാം, ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, പാസ്റ്റ് ഫോമാണ്. അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം. ജനലിൻ്റെ പുറത്തേക്ക് നോക്കരുതെന്ന് ആരോ അടുക്കം പറയുന്നത് അവൾ കേട്ടു. ഷീ ഹേർഡ് സംബഡി വിസ്പർ, ഡു നോട്ട് ലുക്ക് ഔട്ട്സൈഡ് ദ വിൻഡോ. ഡു നോട്ട് ലുക്ക് ഔട്ട്സൈഡ് ദ വിൻഡോ. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, അവൾക്ക് കൗതുകം തോന്നി. അവൾ പതിയെ പുറത്തേക്ക് നോക്കി. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പം കൗതുകം എന്നുള്ളത് നമുക്ക് ക്യൂരിയോസിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് ഇൻട്രസ്റ്റഡ് എന്ന് പറയാം, അല്ലെങ്കിൽ അമേസ്ഡ് എന്ന് പറയാം. അപ്പം കുറേ വേർഡ്സ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈഗർ, വണ്ടർ എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്ത് പറയാം. പക്ഷേ ഇവിടെ ഞാൻ ക്യൂരിയസ് എന്നാണ് എഴുതാൻ പോണത്. അവൾക്ക് കൗതുകം തോന്നി. അവൾ പതിയെ പുറത്തേക്ക് നോക്കി. അപ്പം തോന്നുക നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഫീൽ. ഇവിടെ തോന്നി എന്നാണ്. അപ്പം നമുക്ക് ഫീലിൻ്റെ പാസ്റ്റ് ഫോം നമുക്ക് എഴുതാം. അപ്പം അവൾ പതിയെ എന്നുള്ളത് നമുക്ക് എഴുതാം സ്ലോലി. അപ്പം പുറത്തേക്ക് എന്ന് വെച്ചാൽ എന്താ? ഔട്ട്സൈഡ്. നോക്കുക എന്ന് പറഞ്ഞാൽ ലുക്ക് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നോക്കി എന്നാണ്. അപ്പം നമുക്ക് ലുക്കിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം, ലുക്ക്ഡ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൾക്ക് കൗതുകം തോന്നി. അവൾ പതിയെ പുറത്തേക്ക് നോക്കി. അപ്പം എങ്ങനെ എഴുതാം? അപ്പം ഇവിടെ തോന്നി. അപ്പം തോന്നുക എന്ന് പറഞ്ഞാൽ എന്താ?
ഫീലാണ്. അപ്പം നമ്മൾ ഫീലിനെ പാസ്റ്റ് ഫോം ആക്കാൻ പോവാണ്. ഷീ ഫെൽറ്റ്. അപ്പം ഷീ ഫെൽറ്റ്. അപ്പം ഇവിടെ നമുക്ക് ഈ ഫീൽ യൂസ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ബിക്കം യൂസ് ചെയ്തും എഴുതാം. അപ്പം അത് ഞാൻ പിന്നെ പറയാം. അപ്പം അവൾക്ക് കൗതുകം തോന്നി. നമുക്ക് എങ്ങനെ എഴുതാം? ഷീ ഫെൽറ്റ് ക്യൂരിയസ്. അപ്പം ഞാൻ പറഞ്ഞു കൗതുകത്തിന് നമുക്ക് ക്യൂരിയസ് എന്നാണ് ഇവിടെ ഞാൻ എഴുതുന്നത്. പല രീതിയിൽ നമുക്ക് എഴുതാം. ഇവിടെ ഞാൻ എഴുതുന്നത് ക്യൂരിയസ് അല്ലെങ്കിൽ വണ്ടർ. നമുക്ക് പറയുന്നതായിരിക്കാം വണ്ടർ, അമേസിങ്, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഈഗർ ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടെ ഷീ ഫെൽറ്റ് ക്യൂരിയസ് എന്ന് ഞാൻ എഴുതി. ആൻഡ് ഷീ ഫെൽറ്റ് ക്യൂരിയസ് ആൻഡ് പെതിയെ സ്ലോലി നോക്കി. ഇപ്പോൾ നോക്കുക എന്ന് വെച്ചാൽ എന്താ? ലുക്കാണ്. അപ്പോൾ നമ്മൾ ലുക്കിനെ ഈഡി ആഡ് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി, ലുക്ഡ്. ഷീ ഫെൽറ്റ് ക്യൂരിയസ് ആൻഡ് സ്ലോലി ലുക്ഡ്. എവിടെ നോക്കി? പുറത്തേക്ക്. അപ്പം ഔട്ട്സൈഡ് എന്ന് എഴുതാം. ഔട്ട്സൈഡ്. നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ നമുക്ക് ബിക്കെയിം യൂസ് ചെയ്തിട്ട് എഴുതാമെന്ന്. അപ്പം ഷീ ബിക്കെയിം ക്യൂരിയസ് എന്ന് നമുക്ക് എഴുതാം. ഷീ ബിക്കെയിം ക്യൂരിയസ് ആൻഡ് സ്ലോലി ലുക്ഡ് ഔട്ട്സൈഡ്. അപ്പം ഇവിടെ ഞാൻ ഫെൽറ്റ്, ഫീലിനെ പാസ്റ്റ് ഫോം ആക്കി ഫെൽറ്റാണ് എഴുതി. ഇപ്പം ബിക്കെയിം ആണെങ്കിൽ ബിക്കമിൻ്റെ പാസ്റ്റ് ഫോം ആണ് ബിക്കെയിം. അപ്പം നമ്മൾ ബിക്കമിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് ബിക്കെയിം യൂസ് ചെയ്തിട്ട് ഇവിടെ എഴുതാം. ഷീ ബിക്കെയിം ക്യൂരിയസ് ആൻഡ് സ്ലോലി ലുക്ഡ് ഔട്ട്സൈഡ്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയത് ഫെൽറ്റാണ്. അപ്പം നമുക്കൊന്നും കൂടെ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. എങ്ങനെയാണ്? അവൾക്ക് കൗതുകം തോന്നി. അവൾ പതിയെ പുറത്തേക്ക് നോക്കി. ഷീ ഫെൽറ്റ് ക്യൂരിയസ് ആൻഡ് സ്ലോലി ലുക്ഡ് ഔട്ട്സൈഡ്. ഷീ ഫെൽറ്റ് ക്യൂരിയസ് ആൻഡ് സ്ലോലി ലുക്ഡ് ഔട്ട്സൈഡ്. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, മാസ്ക് ധരിച്ച ഒരാൾ ട്രെയിനിൻ്റെ അരികിൽ കൂടി ഓടിക്കൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പോൾ ധരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് വിയർന്ന് എഴുതാം ഇംഗ്ലീഷിൽ. അപ്പം അരികിൽ അല്ലെങ്കിൽ സമീപം എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാം? ബിസൈഡ്, BESIDE, ബിസൈഡ്. ഓടിക്കൊണ്ടിരിക്കുക, ഓടുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? റൺ. അപ്പോൾ ഇവിടെ ഓടിക്കൊണ്ടിരുന്നു. അപ്പം ഇത് ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്കറിയാലോ, ഒരു പ്രസൻറ്റ് ടെൻസിൽ കണ്ടിന്യൂറ്റി ആയിട്ട് വരുന്ന ഒരു സംഭവം നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയും. അപ്പോൾ ഇതുപോലെ ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായതുകൊണ്ട് ഇതിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് വിളിക്കാം. അപ്പം ഒന്നുകൂടെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. മാസ്ക് ധരിച്ച ഒരാൾ ട്രെയിനിൻ്റെ അരികിൽ കൂടി ഓടിക്കൊണ്ടിരുന്നു എന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം ഇംഗ്ലീഷിൽ. എ മാൻ. അപ്പം ധരിക്കുക എന്ന് വെച്ചാൽ വിയർ ആണ്, ധരിക്കുക. അപ്പം ഇവിടെ ഞാൻ വിയറിൻ്റെ കൂടെ ING യൂസ് ചെയ്യുന്നു. കാര്യം ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെർബിൻ്റെ കൂടെ ING യൂസ് ചെയ്ത് എഴുതണമെന്ന്. അപ്പോൾ ഇവിടുത്തെ വെർബാണ് വിയർ. അപ്പോൾ വിയറിൻ്റെ കൂടെ ING യൂസ് ചെയ്തു. എ മാൻ വിയറിങ് എന്താണ്? മാസ്ക്. എ മാൻ വിയറിങ് എ മാസ്ക്. എ മാൻ വിയറിങ് എ മാസ്ക്. പിന്നെ നമ്മൾ എഴുതാൻ പോണത് വാസ്. ഇവിടെ എന്തുകൊണ്ടാണ് വാസ് യൂസ് ചെയ്ത? കാര്യം ഓൾറെഡി ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ നമുക്ക് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം. അതാണ് ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ വാസ് യൂസ് ചെയ്യാൻ കാരണം, ഇപ്പോൾ വേറെ എന്തുകൊണ്ട് യൂസ് ചെയ്യില്ല? വാസോ വേറെ യൂസ് ചെയ്ത് എഴുതാം. അപ്പോൾ വാസ് യൂസ് ചെയ്യാൻ കാരണം ഇവിടെ മാൻ എന്ന് പറയുന്ന ഒറ്റ ഒരു മനുഷ്യനാണ്. അപ്പോൾ സിംഗുലാർ സബ്ജക്റ്റ് ആണ്, കുറേ പേരില്ല. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് വേറെ യൂസ് ചെയ്ത് എഴുതാമായിരുന്നു. എ മാൻ വിയറിങ് എ മാസ്ക് വാസ്. ഇവിടെ എന്തുകൊണ്ടാണ് വാസ് യൂസ് ചെയ്തത്? കാര്യം ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്, നമുക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാവും. അപ്പം നമുക്ക് വാസ് ഓർ വെയർ യൂസ് ചെയ്ത് എഴുതാം ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസിൽ. അപ്പം ഇവിടെ വാസ് യൂസ് ചെയ്യാൻ കാരണം ഇവിടെ എ മാൻ ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് വാസ് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ദേ, അവർ, കുറേ പേരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വെയർ യൂസ് ചെയ്ത് എഴുതാമായിരുന്നു. അപ്പോൾ അത് ഓർത്തിച്ചേക്കുക. എ മാൻ വിയറിങ് എ മാസ്ക് വാസ്. അപ്പം ഓടുക എന്ന് നമ്മൾ എന്താ പറയുക? റൺ. അപ്പം നമുക്ക് എഴുതാം റണ്ണിങ്. ഇവിടെ ING യൂസ് ചെയ്തു. എ മാൻ വിയറിങ് എ മാസ്ക് വാസ് റണ്ണിങ്. അരികിൽ അല്ലെങ്കിൽ സമീപം എന്നുള്ളത് നമുക്ക് ബിസൈഡ് എന്ന് എഴുതാം. beside the train. A man wearing a mask was running beside the train. ട്രെയിനിൻ്റെ അരികിൽ കൂടി, ട്രെയിനിൻ്റെ സമീപത്ത് കൂടി ഇവൾ പുറത്തേക്ക് നോക്കിയപ്പം എ മാൻ ഒരു മാസ്ക് ധരിച്ച ഒരു മനുഷ്യൻ ഓടുകയാണ്. മാസ്ക് ധരിച്ച ഒരാൾ ട്രെയിനിൻ്റെ അരികിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഓടിക്കൊണ്ടിരുന്നു, അതുകൊണ്ടാണ് നമ്മളിവിടെ ING യൂസ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഒരു കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്, പാസ്റ്റ് കണ്ടിന്യൂസ്.
അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ing എവിടേക്ക് യൂസ് ചെയ്തു, വിയറിൻ്റെ കൂടെ ing യൂസ് ചെയ്തു, റണ്ണിൻ്റെ കൂടെ അവിടെ ing യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. A man wearing a mask was running beside the train. A man wearing a mask was running beside the train. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ നിലവിളിച്ചുകൊണ്ട് സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൾ നിലവിളിക്കുക എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? സ്ക്രീം. ഇപ്പോൾ സീറ്റിൽ നിന്ന് എഴുന്നേൽറ്റു. എഴുന്നേൽക്കുക എന്ന് വെച്ചാൽ സ്റ്റാൻഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഇപ്പോൾ ഇവിടെ എഴുന്നേൽറ്റു എന്നാണ്. അപ്പോൾ സ്റ്റാൻഡിനെ നമുക്ക് പാസ്റ്റ് ഫോമും ആക്കാം. അപ്പം അവൾ നിലവിളിച്ചുകൊണ്ട് സീറ്റിൽ നിന്ന് എഴുന്നേൽറ്റു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഷീ സ്ക്രീം. സ്ക്രീം എന്ന് വെച്ചാൽ നിലവിളിക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് പാസ്റ്റ് ഫോം, ഓൾറെഡി നിലവിളിച്ചുകൊണ്ട്, അപ്പം നമ്മൾ ED യൂസ് ചെയ്തു. ഷീ സ്ക്രീംഡ് ആൻഡ്, അപ്പം നിലവിളിച്ചുകൊണ്ട് സീറ്റിൽ നിന്ന് എഴുന്നേൽറ്റു. അപ്പം നമുക്ക് എഴുതാം ഷീ സ്ക്രീംഡ് ആൻഡ് ഗോട്ട് അപ്പ് ഫ്രം ദ seat. She screamed and got up from the seat. അല്ലെങ്കിൽ നമുക്ക് വേറെ ഇതിൽ എഴുതാം she screamed and stood up. കാര്യം എഴുന്നേൽക്കുക എന്ന് വെച്ചാൽ എന്താ? സ്റ്റാൻഡ് എന്നാണ്. അപ്പോൾ സ്റ്റാൻഡിനെ നമുക്ക് പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം she screamed and stood up. അപ്പം ഇവിടെ ഞാൻ എഴുതി she screamed and got up from the seat. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെയാണ്? she screamed and സ്റ്റുഡ് അപ്പ് ഫ്രം ദ സീറ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാം. പക്ഷേ നിങ്ങൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എഴുതിയേക്കണം, മാത്രം മനസ്സിലാക്കി വെക്കുക. മറ്റേത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. അവൾ നിലവിളിച്ചുകൊണ്ട് സീറ്റിൽ നിന്നും എഴുന്നേൽറ്റു. ഷീ സ്ക്രീംഡ് ആൻഡ് ഗോട്ട് അപ്പ് ഫ്രം ദ സീറ്റ്. അപ്പം ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഗോട്ട് അപ്പിന് പകരം നമുക്ക് സ്റ്റുഡ് എന്ന് എഴുതാം. ഷീ സ്ക്രീംഡ് ആൻഡ് സ്റ്റുഡ് അപ്പ് ഫ്രം ദ സീറ്റ്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം ഷീ സ്ക്രീംഡ് ആൻഡ് സ്റ്റുഡ് അപ്പ്. അപ്പം ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഒന്നുകൂടെ നമുക്ക് പറയാം. അവൾ നിലവിളിച്ചുകൊണ്ട് സീറ്റിൽ നിന്ന് എഴുന്നേൽറ്റു. ഷീ സ്ക്രീംഡ് ആൻഡ് ഗോട്ട് അപ്പ് ഫ്രം ദ സീറ്റ്. ഷീ സ്ക്രീംഡ് ആൻഡ് ഗോട്ട് അപ്പ് ഫ്രം ദ സീറ്റ്. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പെട്ടെന്ന് അവളുടെ സാൻഡ്വിച്ച് മറ്റൊരു യാത്രക്കാരൻ്റെ മേൽ വീണു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പെട്ടെന്ന് വെച്ചാൽ സഡൻലി, അവളുടെ മറ്റൊരു യാത്രക്കാരൻ്റെ. അപ്പം നമുക്ക് എങ്ങനെ പറയാം? അനദർ പാസഞ്ചർ, യാത്രക്കാരൻ നമുക്ക് പാസഞ്ചർ എന്ന് പറയാം. മറ്റൊരു യാത്രക്കാരൻ അനദർ പാസഞ്ചർ. അപ്പം മേൽ വീണു. അപ്പം നമുക്ക് പറയാം ഡ്രോപ്ഡ് ഓൺ അനദർ പാസഞ്ചർ. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. പെട്ടെന്ന് അവളുടെ സാൻഡ്വിച്ച് മറ്റൊരു യാത്രക്കാരൻ്റെ മേൽ വീണു. അപ്പം നമുക്ക് എഴുതാം സഡൻലി her sandwich. അപ്പം മറ്റൊരു യാത്രക്കാരൻ്റെ മേൽ വീണു എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിച്ചാണ് എഴുതുന്നത്? ഡ്രോപ്ഡ് ഓൺ അനദർ പാസഞ്ചർ. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? സഡൻലി ഹെർ സാൻഡ്വിച്ച് ഡ്രോപ്ഡ് ഓൺ അനദർ പാസഞ്ചർ. പെട്ടെന്ന് അവളുടെ സാൻഡ്വിച്ച് മറ്റൊരു യാത്രക്കാരൻ്റെ മേൽ വീണു. അപ്പം ആ മേൽ വീണു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രോപ്ഡ് ഓൺ മേൽ വീണു, ഡ്രോപ്ഡ് ഓൺ അനദർ പാസഞ്ചർ. അപ്പോൾ ഇവിടെ നമുക്ക് ഡ്രോപ്പിന് പകരം നമുക്ക് ഫെൽ യൂസ് ചെയ്യാം. സഡൻലി ഹെർ സാൻഡ്വിച്ച് ഫെൽ ഓൺ അനദർ പാസഞ്ചർ. കാര്യം ഫാളിൻ്റെ പാസ്റ്റ് ഫോമാണ് ഫെൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഡ്രോപ്പിനെ ഡ്രോപ്ഡ് ആക്കിയില്ലേ, ED യൂസ് ചെയ്തിട്ട് പാസ്റ്റ് ഫോം ആക്കി. അതുപോലെ തന്നെ നമുക്ക് ഫാളിനെ പാസ്റ്റ് ഫോം ആക്കി ഫെൽ ആക്കിയിട്ട് ഇവിടെ ഫെൽ ഉപയോഗിച്ച് എഴുതാം. സഡൻലി ഹെർ സാൻഡ്വിച്ച് ഫെൽ ഓൺ അനദർ പാസഞ്ചർ. പക്ഷേ ഇവിടെ നമ്മൾ എഴുതിക്കുന്നത് ഡ്രോപ്ഡ് ആണ്. സഡൻലി ഹെർ സാൻഡ്വിച്ച് ഡ്രോപ്ഡ് ഓൺ അനദർ പാസഞ്ചർ. നമുക്കിത് ഏത് വേയിലും എഴുതാമെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമുക്ക് ഒന്നും കൂടെ ഇംഗ്ലീഷിൽ പറയാം. പെട്ടെന്ന് അവളുടെ സാൻഡ്വിച്ച് മറ്റൊരു യാത്രക്കാരൻ്റെ മേൽ വീണു. സഡൻലി ഹെർ സാൻഡ്വിച്ച് ഡ്രോപ്ഡ് ഓൺ അനദർ പാസഞ്ചർ. അപ്പം ഇവിടെ നമുക്കറിയാം ഇവിടെ എന്ത് വേർഡിലാണ് നമ്മൾ ചേഞ്ച് വരുത്തിയത്? പാസ്റ്റ് ഫോം ആണെന്ന് കാണിക്കാൻ വേണ്ടി. കാര്യം കഴിഞ്ഞു പോയൊരു കാര്യമാണ് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഡ്രോപ്പിനെയും നമ്മൾ ED യൂസ് ചെയ്ത് ഡ്രോപ്ഡ് ആക്കി, ഒരു പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പോൾ ഇതിന് പകരം ഡ്രോപ്ഡ് അല്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഫെൽ എഴുതാമായിരുന്നു. അതും ഫാളിൻ്റെ പാസ്റ്റ് ഫോമാണ് ഫെല്ലും. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൻ്റെ മുഖം മുഴുവൻ മയോണൈസ് ആയതിനാൽ യാത്രക്കാരന് ദേഷ്യം വന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൻ്റെ മുഖം, ഹിസ് ഫേസ്, മുഴുവൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം?
മുഴുവൻ മയോണൈസ്, ഫുൾ ഓഫ് മയോണൈസ്. അപ്പം യാത്രക്കാരൻ എന്ന് വെച്ചാൽ പാസഞ്ചർ. അപ്പം ദേഷ്യം വന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ബിക്കംനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി ബിക്കെയിം യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പം ദേഷ്യം എന്ന് വെച്ചാൽ എന്താ? ആംഗ്രി. അപ്പം അവൻ്റെ മുഖം മുഴുവൻ മയോണൈസ് ആയതിനാൽ യാത്രക്കാരന് ദേഷ്യം വന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ദ പാസഞ്ചർ യാത്രക്കാരൻ. ദ പാസഞ്ചർ ബിക്കംനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി എഴുതാം. ദ പാസഞ്ചർ became angry because mayonnaise was all over his face. അപ്പം എന്തുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത്? കാര്യം മുഖം ഫുള്ള് മയോണൈസ് ആയതുകൊണ്ട്. ദ പാസഞ്ചർ ബിക്കം ആംഗ്രി ബിക്കോസ് മയോണൈസ് വാസ് ആൾ ഓവർ ഹിസ് ഫേസ്. ഒന്നും കൂടെ പറയാം. ദ പാസഞ്ചർ ബിക്കെയിം ആംഗ്രി ബിക്കോസ് മയോണൈസ് വാസ് ആൾ ഓവർ ഹിസ് ഫേസ്. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമ്മൾ ബിക്കെയിം ആക്കി. കാര്യം ഒരു കഴിഞ്ഞു പോയ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബിക്കം എന്നുള്ളതിനെ നമ്മൾ ബിക്കെയിമായി കൺവേർട്ട് ചെയ്തു. ബിക്കം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോമാണ്, അതിൻ്റെ പാസ്റ്റാണ് ബിക്കെയിം. പിന്നെ നമ്മൾ എന്താ ആഡ് ചെയ്ത? വാസ്. കാര്യം ബിക്കോസ് ദ മയോണൈസ് വാസ് ഓൾ ഓവർ ഹിസ് ഫേസ്. ഓൾറെഡി ഇതായി കഴിഞ്ഞായിരുന്നു മുഖത്തെല്ലാം. അപ്പം അതുകൊണ്ട് നമ്മൾ വാസ് യൂസ് ചെയ്തൊരു പാസ്റ്റ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം. അവൻ്റെ മുഖം മുഴുവൻ മയോണൈസ് ആയതിനാൽ യാത്രക്കാരന് ദേഷ്യം വന്നു. ദ പാസഞ്ചർ ബിക്കെയിം ആംഗ്രി ബിക്കോസ് മയോണൈസ് വാസ് ആൾ ഓവർ ഹിസ് ഫേസ്. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇത് നമ്മുടെ കഥയുടെ ലാസ്റ്റ് പോയിൻ്റാണ്. ആ യാത്രക്കാരനിലൂടെയാണ് അത് ഒരു സിനിമ ഷൂട്ടിംഗ് ആയിരുന്നു എന്ന് അവൾ അറിയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. യാത്രക്കാരൻ പാസഞ്ചർ. അപ്പം അത് ഒരു സിനിമ ഷൂട്ടിംഗ് ആയിരുന്നു. നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം ഇതാണ് ഇന്നത്തെ കഥയുടെ ലാസ്റ്റ് പോയിന്റ്. ആ യാത്രക്കാരനിലൂടെയാണ് അതൊരു സിനിമ ഷൂട്ടിംഗ് ആയിരുന്നു എന്ന് അവൾ അറിയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? യാത്രക്കാരൻ എന്ന് വെച്ചാൽ പാസഞ്ചർ. പിന്നെന്താ? ഒരു സിനിമ ഷൂട്ടിംഗ്. അപ്പം നമുക്കറിയാം എ മൂവി ഷൂട്ട്. അപ്പം ആയിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായി ഇതൊരു കഴിഞ്ഞു പോയൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് എന്ന് അവൾ അറിയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അത് ആ യാത്രക്കാരിലൂടെയാണ് അതൊരു സിനിമ ഷൂട്ടിംഗ് ആയിരുന്നു എന്ന് അവൾ അറിയുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് വാസ്. ഇവിടെ ആയിരുന്നു എന്ന് വന്നുകൊണ്ട് നമുക്ക് വാസ് യൂസ് ചെയ്താണ് നമ്മൾ എഴുതുന്നത്. നമുക്ക് അല്ലെങ്കിലും അറിയാം കഴിഞ്ഞു പോയ കാര്യം എഴുതണമെങ്കിൽ നമുക്ക് വാസ് ഓർ വേറെ യൂസ് ചെയ്ത് എഴുതാമെന്ന് അറിയാം. അപ്പം ഇറ്റ് വാസ്. അപ്പം എന്താ നമ്മൾ എഴുതാൻ പോണത്? ഇറ്റ് വാസ് ത്രൂ. അപ്പം അയാളിലൂടെയാണ് അറിഞ്ഞതല്ലേ, ആ യാത്രക്കാരനിലൂടെയാണ് അറിയുന്നത്. അപ്പം ഇറ്റ് വാസ് ത്രൂ ദാറ്റ്. നമുക്കിതൊരു വേറെ സെൻറ്റൻസിൽ വേറൊരു ഫോമിൽ നമുക്ക് എഴുതാം. വേറെ കുറേ രീതിക്ക് നമുക്ക് എഴുതാം. പക്ഷെ ഞാനിവിടെ എഴുതുന്ന ഈ ഒരു സെൻറ്റൻസിലാണ് ഇറ്റ് വാസ് ത്രൂ ദാറ്റ് പാസഞ്ചർ. ഇറ്റ് വാസ് ത്രൂ ദാറ്റ് പാസഞ്ചർ. ഒരു കോമ ഇടാം. പിന്നെന്താ? ഇറ്റ് വാസ് ത്രൂ ദാറ്റ് പാസഞ്ചർ ഷീ came to know it was a ഇങ്ങനെ വെക്കാം, കാണാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഷീ കെയിം ടു നോ ഇറ്റ് വാസ് എ എന്താണ്? ഷീ കെയിം ടു നോ ഇറ്റ് വാസ് എ മൂവി ഷൂട്ട്. നമ്മളെങ്ങനെ എഴുതിയത്? ഇറ്റ് വാസ് ത്രൂ ദാറ്റ് പാസഞ്ചർ ഷീ കെയിം ടു നോ ഇറ്റ് വാസ് എ മൂവി ഷൂട്ട്. അപ്പോൾ ആ യാത്രക്കാരിലൂടെയാണ് അത് ഒരു സിനിമ ഷൂട്ടിംഗ് ആയിരുന്നു എന്ന് അവൾ അറിയുന്നത്. അപ്പം ഇറ്റ് വാസ് ത്രൂ ദാറ്റ് പാസഞ്ചർ ഷീ കെയിം ടു നോ ഇറ്റ് വാസ് എ മൂവി ഷൂട്ട്. അപ്പം നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. അപ്പം മലയാളത്തിൽ പറയാം. ആ യാത്രക്കാരിലൂടെയാണ് അതൊരു സിനിമ ഷൂട്ടിംഗ് ആയിരുന്നെന്ന് അവൾ അറിയുന്നത്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് എഴുതാം? ഇറ്റ് വാസ് ത്രൂ ദാറ്റ് പാസഞ്ചർ ഷീ കെയിം ടു നോ ഇറ്റ് വാസ് എ മൂവി ഷൂട്ട്. നമുക്ക് ഒന്നും കൂടെ പറയാം. ഇറ്റ് വാസ് ത്രൂ ദാറ്റ് പാസഞ്ചർ, ആ യാത്രക്കാരിലൂടെയാണ് ഷീ കെയിം ടു നോ ഇറ്റ് വാസ് എ മൂവി ഷൂട്ട്.
അപ്പം ഇതാണ് നമ്മുടെ കഥയുടെ ലാസ്റ്റ് പോയിൻറ്റ്. അപ്പം ഈ കഥ നിങ്ങൾക്ക് ഈ കഥ മാത്രമല്ല മെയിൻലി കഥയിൽക്കാട്ട് കൂടുതൽ നമ്മളിതിൽ ഫോക്കസ് ചെയ്യണം ഇംഗ്ലീഷ് എങ്ങനെ നമുക്ക് പഠിക്കാം സിമ്പിളായിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.